Good evening, dear students. നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ ആയിരുന്നു ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷനെ കുറിച്ച്. ഇനി പഠിക്കാനുള്ളത് മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇൻ മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ there are three techniques which are used to reduce the number of lines of codes in the high level language. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിലെ നമ്പർ ഓഫ് ലൈൻസിനെ, കോഡ്സിലെ നമ്പർ ഓഫ് ലൈൻസിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ 3 ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. അതിൽ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ഫസ്റ്റ് വൺ രജിസ്റ്റർ അലൊക്കേഷൻ. രജിസ്റ്റർ അലൊക്കേഷനിൽ തന്നെ 2 ടൈപ്പ് ഓഫ് അലൊക്കേഷൻ ഉണ്ട്. ലോക്കൽ അലൊക്കേഷനും ഉണ്ട്, ഗ്ലോബൽ അലൊക്കേഷനും ഉണ്ട്. നെക്സ്റ്റ് വൺ അഡ്രസ്സിംഗ് മോഡ്സ്, സെക്കൻഡ് വൺ അഡ്രസ്സിംഗ് മോഡ്സ്, തേർഡ് വൺ പീപ്പ് ഹോൾ optimization. എന്തൊക്കെയാണ്? രജിസ്റ്റർ അലോക്കേഷൻ, അഡ്രസ്സിംഗ് മോഡ്സ് ആൻഡ് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻസ് ആർ ദ 3 ടെക്നിക്സ് വിച്ച് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് ഇൻ ദ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ 3 ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹൈ ലെവൽ ലാംഗ്വേജിലെ നമ്പർ ഓഫ് ലൈൻ ഓഫ് കോഡ്സിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? രജിസ്റ്റർ അലോക്കേഷൻ, അഡ്രസ്സിംഗ് മോഡ്സ്, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അതെന്താണെന്നൊന്ന് പറഞ്ഞേക്കാം. തേർഡ് വണ്ണാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ രജിസ്റ്റർ അലൊക്കേഷൻ. രജിസ്റ്റർ അലൊക്കേഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ, രജിസ്റ്റർ അലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെഷീൻ, ഇഫ് ഇൻ വൺ ഓഫ് ദ മെഷീൻ ദർ ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു കുറേ മെഷീൻസ്, കുറേ സിസ്റ്റംസ് കൺസിഡർ ചെയ്താൽ അതിൽ ഏതെങ്കിലും ഒരു മെഷീനിൽ ഇപ്പോൾ 8085 മൈക്രോ പ്രോസസ്സർ ഉള്ളൊരു സിസ്റ്റത്തിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സേ ഉള്ളെങ്കിൽ വി ഹാവ് ആൻ അക്യുമുലേറ്റർ. നമുക്കതിൽ എന്ത് കാണും? ഒരു അക്യുമുലേറ്റർ കാണും. അക്യുമുലേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സും ഉണ്ട്, അല്ലയോ? അപ്പോൾ എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അക്യുമുലേറ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എല്ലാ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? അക്യുമുലേറ്ററിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ വി ഹാവ് ലിമിറ്റേഷൻസ് ഓഫ് പർട്ടിക്കുലർ രജിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളുടെ അതിനകത്ത് ലിമിറ്റേഷൻസ്, രജിസ്റ്റേഴ്സിന് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് അക്യുമുലേറ്റർ യൂസ് ചെയ്ത് അക്യുമുലേറ്ററിലായിരിക്കും നമ്മളെന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തതിനുള്ള റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ വേറെ സിസ്റ്റംസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെനി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആർ ദെയർ. അതിൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ ടു രജിസ്റ്റർ മൂവ്മെൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പോൾ ഒരു രജിസ്റ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിസൾട്ട് വേറൊന്നിലേക്ക് മൂവ് ചെയ്യുമോ അല്ലെങ്കിൽ ഡേറ്റ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ദിസ് വിൽ റെഡ്യൂസ് ദ ലൈൻ ഓഫ് കോഡ്സിനെ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിലെ കോഡിങ്ങിനെ എന്താ ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് രജിസ്റ്റേഴ്സ് ഒരു സിസ്റ്റത്തിലുണ്ടെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കോഡ് ഒപ്റ്റിമൈസേഷൻസ് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ രജിസ്റ്റർ അലൊക്കേഷൻ. രജിസ്റ്റർ അലൊക്കേഷൻ ലോക്കൽ അലൊക്കേഷൻ ഉണ്ട്, ഗ്ലോബൽ അലൊക്കേഷൻ ഉണ്ട്. ഗ്ലോബൽ അലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റത്തിനും രജിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് നമ്പർ ഓഫ് കോഡിങ്ങിൻ്റെ ലൈൻ ഓഫ് കോഡ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോക്കൽ അലൊക്കേഷൻ എന്ന് വെച്ചാൽ ലോക്കൽ സിസ്റ്റത്തിൽ ലോക്കലായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൽ തന്നെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലെ രജിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് ഒപ്റ്റിമൈസേഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ്സിൽ പറയുന്നത് വെച്ചാൽ അഡ്രസ്സിംഗ് മോഡ്സ് ആർ ആൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഏതിനും ഉണ്ട്? അഡ്രസ്സിംഗ് മോഡ്സിനും ഉണ്ട്. വേറെവർ ഇൻ എ വൈൽ ചേഞ്ചിങ് ദ അഡ്രസ്സിംഗ് മോഡ്സ് വി ക്യാൻ ചേഞ്ച് ഓർ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലൈൻ ഓഫ് കോഡ്. അതായത് അഡ്രസ്സിംഗ് മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻഡെക്സിംഗ് ആണെന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് ഹൈ ലെവൽ ലാംഗ്വേജിലെ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് എന്ത് ചെയ്യുമെന്ന് പറയുന്നു? റെഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം ഈ രണ്ടെണ്ണം രജിസ്റ്റർ അലൊക്കേഷനും അഡ്രസ്സിംഗ് മോഡ്സും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അത് എന്താണെന്നൊന്ന് പഠിച്ചിരിക്കുക. രജിസ്റ്റർ അലൊക്കേഷനിൽ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ലൈൻ ഓഫ് കോഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അഡ്രസ്സിംഗ് മോഡ്സ് മാറുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് കോഡ്സിനെ ലൈൻ ഓഫ് കോഡ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ,
നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏതാ പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. മെഷീൻ ഡിപ്പെൻഡൻറ്റ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ ദിസ് ടെക്നിക് വർക്ക്സ് ലോക്കലി ഓൺ സോഴ്സ് കോഡ് ടു ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു ആൻ ഒപ്റ്റിമൈസ്ഡ് കോഡ്. അതായത് ഇതെവിടെ വർക്ക് ചെയ്യുന്നത്, എന്താ സോഴ്സ് കോഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒപ്റ്റിമൈസ്ഡ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാർട്ട് സീക്വൻസ് ഓഫ് ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ്സ് എ ഷോർട്ട് സീക്വൻസ് ഓഫ് ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻ ദറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ, അതായത് ടാർഗറ്റ് ഇൻസ്ട്രക്ഷനെ റീപ്ലേസ് ചെയ്ത് എന്താ ഷോർട്ടർ അല്ലെങ്കിൽ ഫാസ്റ്റർ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഷോർട്ട് സീക്വൻസ് ഓഫ് ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻ ദറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഷോർട്ടർ ഓർ ഫാസ്റ്റർ സീക്വൻസ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമുക്ക് ഷോർട്ടായിട്ടോ ഫാസ്റ്റായിട്ടോ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ഇൻസ്ട്രക്ഷനെ ഷോർട്ട് സീക്വൻസ് ഓഫ് ടാർഗറ്റ് ഇൻസ്ട്രക്ഷനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് എക്സാമിൻസ് അറ്റ്മോസ്റ്റ് a few instruction transforming into another less expensive one such as the ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യാം. സച്ച് ആസ് ടേണിംഗ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എക്സ് ബൈ 2 ഇൻറ്റു ആൻ അഡീഷൻ. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ വളരെ എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷൻ 2 times അഡീഷൻ നടത്തി ആ ഓപ്പറേഷൻസിനെ ആ ഓപ്പറേഷനെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. എന്തിനു വേണ്ടിയിട്ട് ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത്, Optimization is used to reduce the line of codes. Line of codes നെ reduce ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒപ്റ്റിമൈസേഷനിൽ എന്താണ് എക്സ് ഇൻറ്റു 2, എക്സിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എക്സിനെ 2 പ്രാവശ്യം അഡീഷൻ വെച്ചിട്ട് എന്താ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേറ്റർ വെച്ച് അതിൻ്റെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ ഷോർട്ട് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഷോർട്ടർ അല്ലെങ്കിൽ ലോങ്ങർ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിനും ഇത് യൂസ് ചെയ്യാം, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ റിഡൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ എലിമിനേഷൻ, സെക്കൻഡ് വൺ അൺറീച്ചബിൾ കോഡ്, തേർഡ് വൺ ഫ്ലോ ഓഫ് കൺട്രോൾ ഒപ്റ്റിമൈസേഷൻ, ഫോർത്ത് വൺ ആൽജിബ്രിക് സിംപ്ലിഫിക്കേഷൻ. ഒന്നുകൂടെ പറയാം, റിഡൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ എലിമിനേഷൻ, അൺറീച്ചബിൾ കോഡ്, ഫ്ലോ ഓഫ് കൺട്രോൾ ഒപ്റ്റിമൈസേഷൻ, ആൽജിബ്രിക് സിംപ്ലിഫിക്കേഷൻ. ഈ 4 എണ്ണമാണ് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് ഓടിച്ച് പറയാം, റിഡൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ എലിമിനേഷൻ എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏതെന്ന് പറയുന്നത്, റിഡൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അൺറീച്ചബിൾ കോഡാണെന്നുണ്ടെങ്കിൽ കോഡ് ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ് എനിവെയർ ഇൻ ദ പ്രോഗ്രാം. നമ്മൾ കോഡ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രോഗ്രാമിൽ എങ്ങും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അൺറീച്ചബിൾ കോഡ്. നെക്സ്റ്റ് വൺ ഫ്ലോ ഓഫ് കൺട്രോൾ ഒപ്റ്റിമൈസേഷൻ. ഫ്ലോ ക്യാൻ ബി കൺട്രോൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ജമ്പിങ് ഇൻ ടു അതർ ഇൻസ്ട്രക്ഷൻ. അതായത് അൺനെസസറി ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആൽജിബ്രിക് സിംപ്ലിഫിക്കേഷൻ. ഇതിൽ പറയുന്നത് വെച്ചാൽ വി ആർ റെഡ്യൂസിങ് ദ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ബൈ യൂസിങ് ആൽജിബ്രിക് ഇക്വേഷൻസ്. ആൽജിബ്രിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ ആൽജിബ്രിക് സിംപ്ലിഫിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് റിഡൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ എലിമിനേഷൻ.